ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ചെമ്പകത്തിൻ്റെ വെറൈറ്റിയാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് പ്ലുമേറിയ പ്യൂഡിക്ക എന്നാണ്. ഇതൊക്കെ ഞാനൊരു ഗാർഡനിൽ വെച്ച് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അവർ പറഞ്ഞത് ഇത് ചെമ്പകത്തിൻ്റെ വെറൈറ്റി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതെനിക്ക് അത് കണ്ടിട്ട് മനസ്സിലാകുന്നത് നമ്മുടെ ഇതിൻ്റെ തന്നെ ഒരു വൈറ്റ് വെറൈറ്റി ഉണ്ടല്ലോ, വൈറ്റ് കളറിൽ പൂവും നടുക്കിങ്ങനെ പച്ച കളറിലുള്ള ഈ എന്താ പറയുന്നത് മഞ്ഞയ്ക്ക് പകരം പച്ച നിറത്തിലുള്ള ആയിട്ടുള്ള നല്ല പ്യുവർ വൈറ്റ് ഒരു പൂവുണ്ട് ഇതേ സൈസിലുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു വെറൈറ്റി ആ ഒരു ഫാമിലിയിൽപ്പെട്ട ചെടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മലയാളത്തിൽ നാഗചെമ്പകം എന്നൊക്കെ അറിയപ്പെടും. അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഇത് തോന്നുന്നത്. ഇതിൻ്റെ മുട്ടുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല പിങ്ക് കളറാണ്. ഇത് പൂക്കൾ വിരിയുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ്. ഞാനൊരു ചെറിയൊരു പോട്ടിലാണിത് വെച്ചേക്കുന്നത്. എളുപ്പം നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാനും പറ്റും. പിന്നെ മഴയത്താണെങ്കിലും വേനൽക്കാലത്തൊക്കെ ആണെങ്കിലും എപ്പോഴും നല്ല പൂക്കൾ തരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാനിത് വാങ്ങിച്ചു വെച്ചിട്ട് ഏകദേശം 6 മാസം ആയതേ ഉള്ളൂ. അപ്പോഴേ തന്നെ എനിക്ക് നല്ല രീതിയിൽ പൂക്കൾ തന്ന് ഈ പൂക്കളൊക്കെ ഏകദേശം 1 മാസത്തിൽ കൂടുതലൊക്കെ നിൽക്കും. ഒരു വലിയൊരു ബഞ്ചായിട്ടാണ് പൂക്കളുണ്ടാകുന്നത്. അപ്പോൾ ഓരോരോ പൂവായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് ഒരുപാട് നാൾ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. പിന്നെ നല്ല നമ്മുടെ സാധാ ചെമ്പകത്തിൻ്റെ അത്ര ഇതിന് മണമൊന്നുമില്ല. പക്ഷേ അതിനേക്കാളും കാണാൻ നല്ല ഭംഗിയും നല്ല ഫ്ലവറും വലിപ്പമുള്ള ഫ്ലവറുമാണ്. ഇത് ഒത്തിരി പേര് വന്ന് ചോദിച്ചത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ള കാര്യം. ഇതെല്ലാം നഴ്സറികളിലൊന്നും അവൈലബിൾ അല്ല ഇത്. അപ്പോൾ എനിക്കിതിൻ്റെ കണ്ടിട്ട് ഇതിൻ്റെ ഇലയൊക്കെ കണ്ടിട്ട് നാഗചെമ്പകത്തിൻ്റെ വെറൈറ്റി ആയിട്ടാണ് തോന്നുന്നത്. നാഗചെമ്പകം എന്ന് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളുടെയൊക്കെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പാമ്പിൻ്റെയൊക്കെ ഒരു പത്തി വിടർത്തി നിൽക്കുന്ന ആ ഒരു ഷേപ്പിലാണ്. അപ്പം എനിക്കത് മനസ്സിലാകുന്നത് ഇതിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല വലിപ്പത്തിൽ ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണാനായിട്ട് തന്നെ നല്ല മനോഹരമാണ്. പിന്നെ അതിന് അധികം പരിചരണങ്ങളൊന്നും വേണ്ട. നമ്മൾ മേൽമണ്ണ് ഉണങ്ങുന്ന സമയം നോക്കിയിട്ട് നമ്മൾ വെള്ളം നനച്ച് കൊടുത്താലും മതി. പിന്നെ അധികം ഈ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല ഫ്ലവറൊക്കെ തരും. മഴയും വെയിലും ഒന്നും ഇല്ലാതെ തന്നെ എല്ലാ സീസണിലും ഇങ്ങനെ പൂക്കൾ തരുന്നതായിട്ടാണ് അനുഭവം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.